കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. നാരായണീയത്തിൽ 5-ാം ദശകത്തിൽ വിരാട് പുരുഷോൽപ്പത്തി പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 6, 7, 8. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. സോഹം ച ത്രിഗുണക്രമാദ് ത്രിവിധദാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസോ യദ് ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ ഹൃദ ദിശാവാദാർക്ക പശ്യശിനോ അഗ്നീന്ദ്രച്യുതമിത്രകാൻ വിധു വിധി ശ്രീരുദ്രശാരീരകാൻ. നമസ്തേ. ഗുരുവായൂരപ്പ, ആ അഹങ്കാരം പിന്നെ സത്വം, രജസ്, തമസ് എന്നീ ക്രമത്തിൽ വൈകാരികം, രാജസം, താമസം എന്നിങ്ങനെ 3ആയി ഭവിച്ചു. അതിൽ ആദ്യത്തേത് സാത്വിക അഹങ്കാരം കൊണ്ട് ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവകൾ, അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, ശ്രീ രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെയുള്ള ഇന്ദ്രിയാദിമാനികളായ ദേവതകളെ സൃഷ്ടിച്ചു. ശ്ലോകം 7. ഭൂമന്മാനസബുദ്ധ്യാഗം കൃതിം ഇളച്ചിത്താഗ്യവൃത്യന്നിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാസത്വാംശയേവാസ്യജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നപസു മരുത്പുരപദേ ശബ്ദോ വജനി ത്വദ്ബലാത്. നമസ്തേ. അല്ലയോ പരമവിഭോ ഗുരുവായൂരപ്പ, അങ്ങയുടെ തന്നെ ശക്തിയാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ വൃത്തികളോട് കൂടിയ അന്ധകരണത്തെ സൃഷ്ടിച്ചു. പിന്നെ ഭഗവാനെ, അങ്ങയുടെ പ്രേരണയാൽ രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ താമസ അഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദമുണ്ടായി. ശ്ലോകം 8. ശബ്ദാദാത്മ്യോമ തദാ സസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ്രൂപം മധു മഹോദജരസം തോയം ജഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത്
ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമം ഇവ ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. നമസ്തേ. ഇവിടെ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയെപ്പറ്റി പറയുന്നു. ഹേ വിഭോ, അവിടുന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം. ഹേ വിഭോ, അവിടുന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, അതിൽ നിന്ന് മാരുതൻ, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, അതിൽ നിന്ന് ഗന്ധം, അതിൽ നിന്ന് ഭൂമി ഇവയെ സൃഷ്ടിച്ചു. ആകാശത്തിന് ഒരു ഗുണമേയുള്ളൂ, ശബ്ദം മാത്രം. വായുവിൻ്റെ 2 ഗുണങ്ങളാണ് ശബ്ദം, സ്പർശം. തേജസ്സിന് 3 ഗുണങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം. ജലത്തിന് 4 ഗുണങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം. പൃഥ്വിക്ക് 5 ഗുണങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. പ്രളയകാലത്ത് ഇവയെല്ലാം സൂക്ഷ്മങ്ങളായി ബ്രഹ്മത്തിൽ വർത്തിക്കുന്നു. സൃഷ്ടികാലത്ത് ഇവ സ്ഥൂലങ്ങളായി പ്രകാശിക്കുന്നു. അതും എങ്ങനെ? ബ്രഹ്മത്തിൻ്റെ ഇച്ഛാനുസരണം. ബ്രഹ്മമാണ് എല്ലാറ്റിനും കാരണം. പ്രപഞ്ച കാരണം ബ്രഹ്മം തന്നെ. നമസ്തേ. 5-ാം ദശകത്തിൽ ശ്ലോകങ്ങൾ 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.